സ്കൂൾ വിദ്യാർത്ഥിനിയെ നഗ്നത കാണിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചയാളെ പിടികൂടി. ഭരണിക്കാവ് പള്ളിക്കൽ കൊടുവലേത്ത് തെക്കതിൽ ലക്ഷം വീട് കോളനിയിൽ പ്രവീണിനെയാണ് നൂറനാട് പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ 8-ാം തീയതിയായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. നൂറനാട് ഇടിക്കുന്നത്ത് സ്കൂൾ വിട്ടുവന്ന 8-ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ സ്കൂട്ടറിലെത്തിയ പ്രതി നഗ്നത കാട്ടുകയും ബലമായി പിടിച്ചുവലിച്ച് ആളൊഴിഞ്ഞ വീട്ടിലേക്ക് കയറ്റാൻ ശ്രമിക്കുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കുട്ടിയുടെ കരച്ചിൽ കേട്ടെത്തിയ ഹരിതകർമ്മസേന പ്രവർത്തകരായ 2 സ്ത്രീകളാണ് കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. സ്ഥലത്ത് നിന്ന് കടന്നുകളഞ്ഞ പ്രതിയെ വിശദമായ അന്വേഷണത്തിലൊടുവിലാണ് പോലീസ് കുടുക്കിയത്. സ്കൂൾ വിദ്യാർത്ഥിനിയെ നഗ്നത കാട്ടി പീഡിപ്പിക്കാൻ ശ്രമിച്ച ഭരണിക്കാവ് പള്ളിക്കൽ കൊടുവലേത്ത് തെക്കതിൽ ലക്ഷം വീട് കോളനിയിൽ പ്രവീണിനെയാണ് നൂർനാട് പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ 8-ാം തീയതിയായിരുന്നു സംഭവം. വൈകിട്ട് 4 മണിയോടെ നൂർനാട് എടക്കുന്നത്ത് സ്കൂൾ വിട്ടുവന്ന 8-ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ സ്കൂട്ടറിൽ ഹെൽമറ്റും റെയിൻകോട്ടും ധരിച്ചെത്തിയ പ്രതി നഗ്നത കാട്ടുകയും കുട്ടിയെ ബലമായി പിടിച്ചു വലിച്ച് ആളൊഴിഞ്ഞ വീട്ടിലേക്ക് കയറ്റാൻ ശ്രമിക്കുകയും ചെയ്യുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. കുട്ടിയുടെ കരച്ചിൽ കേട്ട് അതുവഴി വന്ന ഹരിതകർമ്മസേന പ്രവർത്തകരായ 2 സ്ത്രീകളാണ് കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. സംഭവത്തിന് ശേഷം സ്കൂട്ടറിൽ രക്ഷപ്പെട്ട പ്രതിയെ ഹരിതകർമ്മസേന പ്രവർത്തകരായ യുവതികൾ ഇലക്ട്രിക് ഓട്ടോയിൽ പെരുമഴയത്ത് പിന്തുടർന്നെങ്കിലും ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു. വാഹനത്തിന്റെ അവസാനത്തെ 2 നമ്പരും വെളുത്ത ആക്റ്റീവ സ്കൂട്ടർ എന്ന വിവരവും മാത്രമേ കുട്ടിക്കും ഹരിതകർമ്മസേന അംഗങ്ങൾക്കും വ്യക്തമായുള്ളായിരുന്നു. ഈ സംഭവത്തിൽ നൂർനാട് പോലീസ് സ്റ്റേഷനിൽ അന്ന് തന്നെ കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തു. ഞങ്ങൾ നൂർനാട് പഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങളാണ്. അപ്പം ഞങ്ങൾ രണ്ടുമാണ് പഞ്ചായത്തിലെ വണ്ടി ഓടിക്കുന്നത്. അപ്പം 8-ാം തീയതി ഞങ്ങൾ രണ്ടുകൂടെ ചാരുമൂടിലുള്ള സെൻറ്ററിലോട്ട് പ്ലാസ്റ്റിക് എടുക്കാൻ പോകുമായിരുന്നു. അപ്പോൾ എടക്കുന്ന അമ്പലം കഴിഞ്ഞപ്പോൾ ഇതുപോലെ കുഞ്ഞിനെ ഒരുത്തം പിടിച്ചു വലിക്കുന്നതാണ് കാണുന്നത്. ഞങ്ങളെ കണ്ടതും കുഞ്ഞ് വിളിച്ചു കൂവിക്കൊണ്ട് ഓടി ഞങ്ങൾ എടുത്തു വന്നു. അപ്പോൾ കുഞ്ഞിനോട് ഞങ്ങൾ ചോദിച്ചു എന്തോ പറ്റി മോളേന്ന് ചോദിച്ചപ്പോൾ അയാൾ ഞങ്ങളെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകാൻ ഭാവിച്ചെന്ന് പറഞ്ഞു. അപ്പം കുഞ്ഞിനോട് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഇവൻ്റെ പുറകെ വണ്ടിയിലങ്ങ് വെച്ച് പിടിക്കുമായിരുന്നു. അങ്ങനെ ഇവൻ്റെ പുറകെ പോയി പറയംകുളത്ത് ചെന്നപ്പം ഇവൻ വണ്ടി സൈഡിലോട്ട് ഒതുക്കി വെച്ച് ഇറങ്ങാൻ ഭാവിച്ചപ്പോൾ ഞാൻ ഓടിച്ചെന്ന് അവനെ തടഞ്ഞു നിർത്തിയപ്പോൾ ഞങ്ങളെ വെട്ടിച്ച് ഇവൻ വീണ്ടും അവിടുന്ന് രക്ഷപ്പെട്ടു. അപ്പം ഞാൻ റോഡിൽ ഇറങ്ങി നിൽക്കുമായതുകൊണ്ട് ഇവൾ വണ്ടിയിലുമായിരുന്നു. അങ്ങനെ എന്നെ അവിടെ കളഞ്ഞിട്ട് ഇവൾ ആ വണ്ടിയുടെ പുറകെ ഫോളോ ചെയ്ത് നൂർനാട് പഞ്ചായത്തിൻ്റെ വാതിൽ വരെ ഇവൾ പോയി. അവിടുന്ന് ഇവൻ എടപ്പോണ് വരെ പോയിട്ടുണ്ട്. അന്ന് മുതൽ ഈ വണ്ടിയുടെ നമ്പർ ഞാൻ എൻ്റെ കണ്ണിലൊന്നും മിന്നായം പോലെ വന്നായിരുന്നു 6790 ബാക്കിയുള്ളത് അറിയില്ലായിരുന്നു. അന്ന് മുതലുള്ള വണ്ടി മൊത്തം ചെക്ക് ചെയ്തായിരുന്നു ഞങ്ങളുടെ നടപ്പ് മൊത്തം. അങ്ങനെ മെനഞ്ഞാന്ന് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഇവൻ കാപ്പി കുടിക്കാൻ വന്ന് അങ്ങനെ വണ്ടി അവിടെ ഇരിക്കുന്ന കണ്ടുകൊണ്ട് ഞാൻ വണ്ടിയുടെ ഫോട്ടോ എടുത്ത് ഇവൻ്റെ മുന്നിലോട്ട് ചെന്ന് വെട്ടില്ല ഞാൻ. അങ്ങനെ വണ്ടിയുടെ ഫോട്ടോ എടുത്ത് വെച്ച് ഞാൻ SI സാറിനോട് വിളിച്ച് പറഞ്ഞു. അങ്ങനെ സാർ അവിടെ വന്ന് വീഡിയോയും കാര്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഇന്ന് അവനെ പിടിച്ച്